അഭിനയത്തിന്റെ അനന്തസാഗരം, മറ്റൊരാൾ ആവേശത്തിന്റെ കൊടുങ്കാറ്റ്. രാവും പകലും പോലെ, അഴകും ഗാംഭീര്യവും പോലെ ഇന്ത്യൻ സിനിമയുടെ രണ്ട് ധ്രുവങ്ങൾ. 4.5 പതിറ്റാണ്ടുകൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ആ 2 നക്ഷത്രങ്ങൾ വീണ്ടും ഒരേ ആകാശത്ത് ഉദിച്ചുയരുകയാണ്. ഇത് വെറുമൊരു തിരിച്ചുവരവല്ല, തമിഴിൽ പറഞ്ഞാൽ ഒരു തിരുവിഴ തന്നെയാണ്. കെ ബാലചന്ദ്രൻ എന്ന അതുല്യ സംവിധായകന്റെ കളരിയിൽ നിന്നാണ് ഇരുവരുടെയും തുടക്കം. അന്ന് അപൂർവ രാഗങ്ങളിലും 3 മുടിച്ചിലും അവർകൾ 16 വയതിനിലെ തുടങ്ങിയ ക്ലാസിക്കുകളിലും അവർ ഒന്നിച്ചെത്തിയപ്പോൾ അതൊരു വലിയ ചരിത്രത്തിന്റെ തുടക്കമായിരുന്നു. 79 ഇറങ്ങിയ അലാവുദ്ദീനും അത്ഭുത വിളക്കും എന്ന ചിത്രത്തിന് ശേഷം അവർ 2 വഴികളിലൂടെ സഞ്ചരിച്ചു. കമൽഹാസൻ അഭിനയത്തിന്റെ അനന്തമായ സാധ്യതകൾ തേടി ഇന്ത്യൻ സിനിമയുടെ ഉലക നായകനായി മാറിയപ്പോൾ രജനീകാന്ത് തൻ്റെ തനി വഴിയിലൂടെയും ആ ശൈലിയിലൂടെയും സ്വാഗിലൂടെയുമൊക്കെ ജനമനസ്സുകളുടെ ആവേശമായ സൂപ്പർ സ്റ്റാറായി വളർന്നു. എന്നെ പറ്റി தான் உங்களுக்கு நல்லா தெரியுமே. எனக்கு ஒரு தனி ஆடியன்ஸ், தனி ஸ்டைல். ദശാബ്ദങ്ങളായി ആരാധകർ ചോദിക്കുന്ന ഒരേയൊരു ചോദ്യം ഇവർ എന്ന് വീണ്ടും ഒന്നിക്കുമെന്നായിരുന്നു. 47 വർഷങ്ങൾക്ക് ശേഷം അവർ വീണ്ടും ഒരുമിക്കുമ്പോൾ ആവേശം ഇരട്ടിയാണ്. പ്രേക്ഷകരുടെ വർഷങ്ങളായുള്ള ആ സ്വപ്നമാണ് ഇപ്പോൾ നെൽസൺ ദിലീപ് കുമാർ എന്ന സംവിധായകനിലൂടെ യാഥാർത്ഥ്യമാകുന്നത്. ഡാർക്ക് ഹ്യൂമറും മാസ് എലമെന്റുകളും കൃത്യമായി കലർത്താൻ മിടുക്കനായ നെൽസൺ അനിരുദ്ധിന്റെ മാസ്മരിക സംഗീതത്തിന്റെ അകമ്പടിയോടെ ഒരുക്കുന്ന ഈ ചിത്രത്തിന് താൽക്കാലികമായി നൽകിയിരിക്കുന്ന പേര് KHRK എന്നാണ്. കമൽഹാസൻ, രജനീകാന്ത്. ചിലർ നിയമങ്ങൾ ഉണ്ടാക്കുന്നു, മറ്റ് ചിലർ ഭരിക്കുന്നു. ഈ ഒരു കിടിലൻ ടാഗ് ലൈനിലൂടെയാണ് ചിത്രത്തിന്റെ വിൻറ്റേജ് ലുക്കിലുള്ള പോസ്റ്റർ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അടുത്തിടെ പുറത്തിറങ്ങിയ ചിത്രത്തിന്റെ പ്രൊമോ വീഡിയോ ആരാധകരുടെ ആവശ്യം അക്ഷരാർത്ഥത്തിൽ വാനോളം ഉയർത്തിയിരിക്കുകയാണ്. നെൽസന്റെ രസകരമായൊരു ആശയക്കുഴപ്പത്തോടെയാണ് പ്രൊമോ തുടങ്ങുന്നത് തന്നെ. സൂപ്പർ സ്റ്റാറിന്റെ മുറിയിലാണോ അതോ ഉലകനായകന്റെ മുറിയിലാണോ ആദ്യം കയറേണ്ടത്? അപ്പോഴാണ് ഏത് രാഗം തിരഞ്ഞെടുക്കണമെന്ന സംശയവുമായി അനിരുദ്ധ് അവിടേക്ക് കയറി വരുന്നത്. വിരലുകൾ ഉയർത്തി കണ്ണടച്ച് ഏതെങ്കിലും ഒന്നെടുക്കാൻ നെൽസൺ പറയുന്നു. ഈ വിദ്യ തന്നെ നെൽസൺ തൻ്റെ പ്രശ്നത്തിലും പ്രയോഗിക്കുന്നു. പിന്നീട് കാണുന്നത് ഏറെ രസകരമായ കാഴ്ചകളാണ്. 2 ഇതിഹാസങ്ങളെയും ഒരുക്കുന്ന നെൽസൺ രജനിക്കിണങ്ങുന്ന ഷൂസ് കമലിനും കമലിൻ്റെ വാച്ച് രജനിക്കും തെറ്റിച്ച് നൽകി 2 പേരെയും ഒരുപോലെ അസ്വസ്ഥരാക്കുകയാണ്. ഒടുവിൽ തങ്ങളുടെ ആ പഴയ വിൻറ്റേജ് സ്വാഗിൽ നീളൻ ലെതർ ജാക്കറ്റും ധരിച്ച് ഇരുവരും ഇരുട്ടിൽ പാർക്ക് ചെയ്തിരിക്കുന്ന കാറിലേക്ക് മാസായി നടന്നു വരുന്നു. ഡ്രൈവിംഗ് സീറ്റിൽ കമൽഹാസൻ, തൊട്ടടുത്ത് രജനീകാന്ത്. 2 പേരും ഒന്നിച്ച് നെൽസനോട് ചോദിക്കുന്ന ആ ചോദ്യത്തിലാണ് പ്രൊമോ അവസാനിക്കുന്നത്. ഇതിൽ ആരാണ് ഹീറോ? ഈ ചോദ്യത്തിന് പ്രേക്ഷകർക്ക് ഉത്തരം ആവശ്യമില്ല. കാരണം അവർ 2 പേരും തങ്ങളുടെ സിനിമാ ജീവിതം കൊണ്ട് ഈ ലോകത്തിൻ്റെ തന്നെ ഹീറോകളായി മാറിയവരാണ്.